എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാലും പഴവും എന്ന സിനിമയെക്കുറിച്ചാണ്. മീര ജാസ്മിൻ അശ്വിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതൊരു കോമഡി മൂവിയാണ്. രചന, മണിയമ്പിള്ള രാജു തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഈ സിനിമ എന്നാണ് പറയപ്പെട്ടത്. പക്ഷേ ആരാധകർ സിനിമ ഏറ്റെടുത്തില്ല. ഇപ്പോഴിതാ സൈനാപ്ലേ ഈ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സൈനാപ്ലേ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയാണ് സൈനാപ്ലേയിൽ പാലും പഴവും എന്ന സിനിമ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മുറ എന്ന സിനിമയെ കുറിച്ചാണ്. സുരാജാണ് ഈ സിനിമയിൽ നായകൻ. അതുപോലെ കനി കുസൃതിയും സിനിമയിലുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ സിനിമ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി. ഇപ്പോഴിതാ മുറ എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും മുറ എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെ കുറിച്ചാണ്. ടോവിനോ തോമസ് നായകന സിനിമയായിരുന്നു നടികർ. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ടോവിനോയുടെ കരിയറിൽ ഇത്രയും മോശപ്പെട്ട സിനിമ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. സൗബിൻ, ഭാവന, ഗണപതി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമയിൽ കോമഡി ഉണ്ടെങ്കിലും എവിടെയും അത് വർക്കായില്ല. ഈ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ നടികർ എന്ന സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും നടികർ എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു കാതലൻ. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രേമലുവിന് ശേഷം വന്നതായതുകൊണ്ട് ആരാധകർ വലിയ ഹൈപ്പോട് കൂടിയാണ് കാണാൻ പോയത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ഗിരീഷ് ഏടിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരാധകർക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. നസ്ലിൻ ഒരു ഹാക്കറായിട്ടാണ് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് കാതലൻ എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 27-നാണ് കാതലൻ എന്ന സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമയെക്കുറിച്ചാണ്. മറിമായൻ ടീമിൻ്റെ സിനിമയായിരുന്നു പഞ്ചായത്ത് ചെട്ടി. ഈ സിനിമ ഇപ്പോൾ ഏഷ്യനെറ്റിൽ പ്രീമിയറായിട്ട് വരാൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡിസംബർ 25-നായിരിക്കും പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഓശാന എന്ന സിനിമ ഒരു കോമഡി മൂവിയായിരുന്നു. ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ സാബുമോൻ, ചിത്ര തുടങ്ങി ഒരുപാട് പേരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഓശാന എന്ന സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ന്യൂ ഇയറിനാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയെക്കുറിച്ചാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ മുഴുവനായിട്ടും കോമഡിയാണ്. ഹാഫ് ടൈമിന് ശേഷമാണ് സിനിമ ഹൊറർ മൂഡിലേക്ക് എത്തുന്നത്. ഈ ഒരു ഹലോ മമ്മി എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമ നല്ല കളക്ഷൻ നേടുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും ഹലോ മമ്മി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 28-ന് സിനിമ OTT വരും. അടുത്തൊരു അപ്ഡേറ്റ് പല്ലൊട്ടി 90s കിഡ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരുപാട് യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബാലു വർഗീസ്, അർജുൻ അശോകൻ, സൈജു ഗ്രൂപ്പ് തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. പക്ഷേ സിനിമ ചെറിയ പിള്ളേരുടെ കഥയാണ് പറഞ്ഞു പോകുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു LJP മൂവിയാണ് പല്ലൊട്ടി. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് പല്ലൊട്ടി എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ 18-നാണ് പല്ലൊട്ടി എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. DNA എന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. റായലക്ഷ്മി, നമിത പ്രമോദ്, റിയാസ് ഖാൻ തുടങ്ങി ഒരു നീണ്ട താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ DNA എന്ന സിനിമയുടെ OTT അവകാശം സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ്. വരാൻ പോകുന്ന വീക്കിൽ സിനിമ റിലീസിന് എത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഭാവന കേന്ദ്ര കഥാപാത്രം എന്ന സിനിമയായിരുന്നു ഹണ്ട്. ഇതൊരു ഹൊറർ സിനിമയാണ്.
ഒരു കോളേജിലെ സംഭവമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 3rd വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 24-ന് ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമയുടെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോർജ് ജോർജ് നായകനായ സിനിമയായിരുന്നു പണി. ഈ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായി. 30 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. സാഗർ സൂര്യയാണ് ഈ സിനിമയിൽ വില്ലൻ. പണി എന്ന സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നേരത്തെ ഡിസംബർ 20-ന് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സോണി ലീവാണ് പണി എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രമായിരിക്കും പണി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് സിനിമ റിലീസിനെത്തും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.